നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്നത്തെ കഥ ബാലന്റെയും ഗോമതിയുടെയും ഒക്കെ ഇടാനായിട്ട് കുറച്ച് വൈകി കേട്ടോ. എന്താണെങ്കിലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഗോമതിയും ബാലനും അങ്ങനെ എല്ലാരും പൂജയ്ക്കിരിക്കുകയാണ്. ആ സമയത്ത് ഗോമതിയാണ് മെയിനായിട്ട് അഗ്നിപൂജയ്ക്കിരിക്കുന്ന ആള്. ഒടുവില് സ്വാമി പോയിട്ട് പറഞ്ഞു, അതെ പൂജ തുടങ്ങാനായിട്ട് പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ അഗ്നി കൊണ്ടും എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കുവാണ് ഹോമത്തിനുള്ള. പിന്നീട് ഗോമതിയുടെ കയ്യിലേക്ക് കുറച്ച് നെയ്യ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഈ നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചോളാൻ പറയാണ്. അങ്ങനെ ഗോമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കണം. നെയ്യൊക്കെ ഒഴിച്ചു. ഒടുവില് അഗ്നികുണ്ഡത്തിന് തീ കൊളുത്തുവാണ്. ആ സമയത്ത് ഗോമതി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. കാരണം വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറണം ഇതോട് കൂടിയിട്ട്, ആർക്കും ഒരു ആപത്തും വരില്ല. അങ്ങനെയാണ് ഗോമതിയുടെ പ്രാർത്ഥന. ഗോമതിയുടെ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ബാലന്റെ, ആകാശിന്റെ, ആനന്ദിന്റെ എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. അങ്ങനെ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിരിക്കുക. ഈ സമയത്ത് ആര്യന് ദേവമലയിലേക്ക് വരണ സമയത്ത് ഒരു കാറുകാരനുമായിട്ട് കൂട്ടിയിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയാൾ ദേഷ്യപ്പെട്ടു. എടാ നിന്റെ മുഖത്ത് കണ്ണില്ലടെന്നൊക്കെ ചോദിക്കണം. ആര്യം പറഞ്ഞു, നിന്റെ കണ്ണിത് എവിടെയായിരുന്നു? ഇടിച്ചു പിടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ആര്യം പറഞ്ഞു, ഓരോന്നൊക്കെ രാവിലെ ഇറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആര്യനെ ചീത്ത പറഞ്ഞു. ഒന്ന് പോടാന്ന് പറഞ്ഞു വണ്ടി എടുത്തോണ്ട്. അങ്ങനെ എന്താണെങ്കിലും വലിയ വലിയ ആപത്തുകളൊന്നും ഉണ്ടാവാതെ ആര്യൻ രക്ഷപ്പെട്ട് നേരെ ദേവിമലയിലേക്ക് പോരുവാണ്. ആ സമയം പൂജ നടക്കുന്ന സ്ഥലത്ത് ഗോമതി വിഷമിച്ചിരിക്കുക. കാരണം അഗ്നിനാളങ്ങൾ ആളിപ്പടരുവാണ്. ഗോമതി ഇരിക്കുന്നിടത്തേക്ക് ഇങ്ങനെ അഗ്നിനാളങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഗോമതിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും നല്ല ചൂടാ. അപ്പോഴേക്കും ബാലൻ ഗോമതി പറഞ്ഞു, ഗോമതി ഇത്തിരി പുറകോട്ട് മാറി ഇരുന്നോളം പറഞ്ഞു. അത് വേണ്ട ബാലേട്ടാ, ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പാടില്ലെന്നല്ലേ സ്വാമി പറ്റി പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അഗ്നിനാളിങ്ങനെ ഇങ്ങനെ ഭയാനകമായ രീതിയിൽ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. നല്ല ചൂടുണ്ടായിരുന്നു. ആ സമയം മീനാക്ഷി പറഞ്ഞു, അമ്മ ഇത്തിരി അങ്ങോട്ട് നീങ്ങി പുറകോട്ടിരിക്കുക. ഗോമതി ഇച്ചിരി ഒന്ന് പുറകോട്ട് ഇങ്ങനെ നിരങ്ങി പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ, തീനാളങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അത് സ്വാമിപ്പറ്റി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയപ്പെടുത്തുന്ന രീതിയിൽ അഗ്നിനാളങ്ങൾ ഉണ്ടാവും. ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. അത് കെടേണ്ട സമയത്ത് താനെ അഗ്നിയൊക്കെ അണഞ്ഞോടും എന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിലാണ് ഗോമതി. എന്ത് വന്നാലും താൻ പിന്നോട്ടിരുന്ന് വിചാരിച്ചു, ഇവിടുന്ന് എഴുന്നേറ്റ് പോകത്തുമില്ല. ഇനിയിപ്പം വലിയ തീനാളങ്ങൾ വന്നാലും ശരി എന്നൊരു ചിന്തയായിരുന്നു. ഗോമതി ശരിക്കും മുഖത്തൊക്കെ ഇങ്ങനെ കൈവെക്കുകയാണ്. കാരണം ചൂടേറ്റിട്ട് ഗോമതിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും തളരാനായിട്ട് ഗോമതി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആകാശ് ആനന്ദിനോട് പറഞ്ഞു, ആനന്ദേട്ടാ ദേ അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടെന്തോ ഉണ്ടെന്ന് തോന്നേ, കണ്ടില്ലേ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് പൊള്ളുന്നുണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അത് ശരിയാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയണം. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി ഗോമതിയുടെ കാര്യം ഓർത്തിട്ട്. ഗോമതിയാണെങ്കിൽ അത്രയും വലിയ ചൂടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചോളാനായിട്ട്. ദേവിയെ വിളിച്ച് അപേക്ഷിച്ചോളാൻ പറഞ്ഞായിരുന്നു, വിഘ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറാനായിട്ട്, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട്. അങ്ങനെ ഗോമതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറെ സമയം അഗ്നിനാളങ്ങൾ ഇങ്ങനെ ഉയർന്നും പൊങ്ങിയൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുകയാണ് ഗോമതിയെ. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു, ദേവി ഇനി അങ്ങോട്ട് പരീക്ഷണം വേണ്ട, അങ്ങനെയൊക്കെ പറയുവാണ്. ഒടുവില് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അഗ്നിനാളങ്ങൾ താനെ കെട്ടടങ്ങുവാണ്. അപ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനമായത്. ആ അഗ്നിനാളത്തിന്റെ ശക്തി അങ്ങോട്ട് കുറഞ്ഞു. ആ പഴയ ആ ചൂടും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞു വരുവാണ്. ഇതേ സമയത്താണ് അലോകും ആ ദേവമല ക്ഷേത്രത്തിലെ മാനേജറും അങ്ങോട്ട് പാത്തും പതുങ്ങി വരുന്നത്. അലോക് മാനേജരോട് ചോദിച്ചു, അല്ല പൂജ കഴിയാറായെന്ന് ചോദിച്ചു. ഇപ്പൊ തന്നെ കഴിയും. ഇനി ഇപ്പൊ അഗ്നിക്ക് ചുറ്റും 3 വലം വെക്കണമെന്ന് പറഞ്ഞു. 3 വലം വെക്കണം അല്ലേ? അതെ 3 വലം വെക്കണം. ആ 3 വലം വെച്ച് വന്നു കഴിയുമ്പത്തിന് പൂജ അവസാനിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അലോക് പറഞ്ഞു, ആഹാ അങ്ങനെയാണ്, അപ്പം നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻ നടത്തണമെന്ന് പറഞ്ഞ. അല്ല എന്താ അലോകിന്റെ മനസ്സിൽ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. എന്റെ മനസ്സിൽ ഞാൻ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ പൂജ മുഴുവിപ്പിക്കാനായിട്ട് പാടില്ല, ഇത് മുടങ്ങണമെന്ന് പറയണം. അല്ല ഈ പൂജ തീരുന്നതിന് മുമ്പ് അവിടെ ഇരിക്കുന്ന ബാലനും ആകാശിനും ആനന്ദിനും ഒന്നും എഴുന്നേക്കാൻ പാടില്ലല്ലോ അല്ലെ? ഇല്ല, അവർക്കാർക്കും എഴുന്നേക്കാൻ പറ്റില്ല. അതായത് ഗോമതിക്ക് എന്ത് സംഭവിച്ചാലും അവർക്കാർക്കും എഴുന്നേക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ബലം വെച്ച് വേണ്ട സമയത്ത് ഗോമതി ആ അഗ്നികുണ്ഡത്തിലേക്ക് വീണാലോ? എങ്ങനെയുണ്ട്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാനേജർ ചോദിച്ചു, നീ എന്തൊക്കെ അലോക പറയണമെന്ന് ചോദിച്ചു. അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജശ്രീ അലോകിനെ വിളിച്ച് സംസാരിക്കുകയാണ്. അലോകെ എനിക്ക് നല്ല പേടിയുണ്ട്, അമ്മ വിഷമിക്കാതിരിക്കുക, പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് രാജശ്രീ ആശ്വസിപ്പിച്ചു. ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് അച്യുതൻ അങ്ങോട്ട് വന്നു. എന്താ രാജശ്രീ, ആരാ വിളിച്ചെന്ന് ചോദിക്കുക. അത് പിന്നെ അച്യുതേട്ട, അലോകാണോ വിളിച്ചെന്ന് ചോദിച്ചു. അതെ, അവൻ എന്തിനാ വിളിച്ചേ? അല്ല അത് പിന്നെ അവന് ചുമ്മാ ഓരോ കാര്യങ്ങള്, എന്ത് കാര്യങ്ങൾ സംസാരിക്കാൻ,
അല്ല അച്യുതേട്ടാ, അത് അവനെന്താ ക്ഷേത്രത്തിലാണോ എന്ന് ചോദിച്ചു. ആ, അത് പിന്നെ ക്ഷേത്രത്തിലാ. ഉം, എനിക്കെല്ലാം മനസ്സിലായി. അവന്റെ പ്ലാൻ എന്താണെന്നും എനിക്കറിയാന്ന് പറഞ്ഞു. അച്യുതേട്ടാ, ഏ, ഗോമതി ഗോമതി അല്ല ജയശ്രീ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉം, നീ ഇപ്പൊ ഈ ചെയ്തുണ്ടല്ലോ, ഇത് കുറച്ച് ക്രൂരതയായിപ്പോയി. കാര്യം പറഞ്ഞാല് ദേവമംഗലംകാരുടെ ശത്രുതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ കൊന്നിട്ടാണെങ്കിലും ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം നീ ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു. അതിനുള്ള സമയം വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, എന്ന് കുറെ കാലങ്ങളായല്ലേ അവര് തമ്മിലുള്ള ശത്രുത, നിങ്ങൾ തമ്മിലുള്ള ശത്രുത ഇങ്ങനെ വെച്ച് മുന്നോട്ട് പോകുന്നേ. ഇതുവരെ ആയിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് കാലാകാലങ്ങളോട് ഇങ്ങനെ മുന്നോട്ട് പോകും, ഒരിടത്തും എത്താനായിട്ട് പോകുന്നില്ല. പിന്നെ ഗോമതിയുടെ പേരിലല്ലേ ഈ വീട് സ്ഥലമൊക്കെ കിടക്കണേ. അത് സ്വന്തമാക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. അവിടെ ഒരു അത്യാഹിതം നടക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടതും അച്യുതൻ പറഞ്ഞു, അത് ശരിയൊക്കെ തന്നെയാ. പക്ഷേങ്കില് അച്യുതേട്ടാ, ഒരു അത്യാഹിതം നടക്കട്ടെ ക്ഷേത്രത്തില്. അത് കേട്ടോണ്ടാണ് നന്ദിത അങ്ങോട്ട് വരുന്നത്. അല്ല, എവിടെയാ, ഏത് ക്ഷേത്രത്തിലെ അത്യാഹിതം? ആകെപ്പാടെ ടെൻഷനായി നന്ദിതയ്ക്ക്. ഇനിയിപ്പം ഗോമതേച്ചിയൊക്കെ പോയ ക്ഷേത്രത്തിൽ എങ്ങനെയോ ആണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജു പറഞ്ഞു, അല്ല, ഇത് വേറെ ക്ഷേത്രത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മുമ്പ് ക്ഷേത്രങ്ങളിലെ ഇങ്ങനെ അഗ്നിപൂജ നടക്കുന്ന സമയത്ത് അത്യാഹിതമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അത് ഇവിടെ നടക്കാലോ, അതിനെക്കുറിച്ച് പറഞ്ഞ. അങ്ങനെയാണല്ലേ. ഞാൻ ആകെപ്പാടെ അങ്ങോട്ട് പേടിച്ചു പോയെന്ന് നന്ദിത പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജശ്രീ പറഞ്ഞു, അല്ല, ഈ അഗ്നിപൂജ എന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് ഉള്ള പൂജയാ അറിയാലോ. ആ പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒന്ന് കൃത്യമായിട്ട് അത് ചെയ്യാണ്ടൊന്നും സാധിച്ചെന്ന് വരത്തില്ല. അതിനിടയ്ക്ക് പല അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നന്ദിനിക്ക് എന്തോ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി അവരുടെ സംസാരത്തിൽ. എവിടെ എന്തോ ഒരു പന്തികേടില്ലേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. പക്ഷെ നന്ദിത കൂടുതലൊന്നും പറയാനൊന്നും പോയില്ല. ഇതേ സമയത്ത് സ്വാമി പോയിട്ട് ഗോമതിയോട് പറഞ്ഞു, ഗോമതി, ഇനിയിപ്പൊ പൂജ അവസാനിക്കാറായി. ഹോമകുണ്ടത്തിന് ചുറ്റും 3 റൗണ്ട് വലം വെച്ച് വരണമെന്ന് പറയാണ്. അത് വെറുതെ വലം വെച്ച് നടന്നിട്ട് കാര്യമില്ല. ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കും. ആ മന്ത്രം ഉരുവിട്ടുകൊണ്ട് വേണം ഹോമകുണ്ടത്തിന് ചുറ്റും വലം വെച്ച് വരാനായിട്ട്. അത് മാത്രമല്ല, അങ്ങനെ വലം വെക്കണ സമയത്ത് ഒരു കാരണവശാലും നിൽക്കാനോ അല്ലെങ്കിൽ ഒരു കാരണവശാലും മുടങ്ങാനോ പാടില്ല. ഇരിക്കുന്നവരൊന്നും എഴുന്നേൽക്കാനും പാടില്ല. ഒരു തടസ്സങ്ങളും ഉണ്ടായിക്കൂടാ എന്നൊക്കെ ഗോമതിയോട് പറഞ്ഞു. ഗോമതി എല്ലാത്തിനും ശരിവെക്കുവാണ്. അങ്ങനെ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ഓ വനദുർഗയെ നമോ എന്ന മന്ത്രം ചൊല്ലി വേണം ഫലം വെച്ച് വരാനായിട്ട്. പിന്നീട് തിരുമേനി പറഞ്ഞു, അതെ, ഇവിടെയുള്ളവരും ആ മന്ത്രം തന്നെ ജപിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ എങ്കിൽ ധർമ്മൻ ആ മന്ത്രം കൂടി പിടികിട്ടുന്നില്ല. ഓം വനദുർഗ എന്തോ എന്നാ കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എന്റെ മാമ ഓം വനദുർഗ നമ്മയെന്നാ. ഓ, അതെനിക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്, ഞാൻ ശരിക്കും കേട്ടില്ല. അങ്ങനെ അവര് കുശിക്കുന്ന സമയത്ത് തിരുമേനി വെച്ച് എന്താ അവർ രണ്ടുപേരും കൂടെ അത് മാമന് മന്ത്രം പറഞ്ഞു കൊടുക്കുന്ന ആനന്ദേട്ടൻ അനുസരി പറഞ്ഞു. അത് എന്തേലും സംശയം ഉണ്ടോ എന്നോട് ചോദിക്കണം. എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ അവിടെ എന്തെങ്കിലും അനാവശ്യ സംസാരമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ശരിയെന്ന് പറയണം. പിന്നീട് 2, 3 ഫലം വെക്കുന്ന സമയത്ത് എന്തൊക്കെ മന്ത്രം ജപിക്കണമെന്ന് അതും ഗോമതിക്ക് പറഞ്ഞു കൊടുത്തു. പിന്നീട് ബാലനോടായിട്ട് പറഞ്ഞു, ഒന്നാമത്തെ മന്ത്രം ജപിച്ച് പ്രദക്ഷിണം ചുറ്റി വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ഒരു കുടം ഇരിപ്പുണ്ടായിരുന്നു, നിറച്ച കുടം. ആ കുടം വെള്ളം ദേവിക്ക് സമർപ്പിക്കണം. അത് ദേവിക്ക് ധാരയായിട്ട് ഒഴിക്കാൻ വേണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് 2, 3 പ്രദക്ഷിണം വെക്കണ സമയത്ത് ദേവിക്ക് ധാര നടത്തുമെന്നൊക്കെ പറയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, അതെ, അപ്പം ശരിയെന്ന് പറയണം. ബാലനാണ് അപ്പൊ അത് കൊണ്ട് ദേവിക്ക് സമർപ്പിക്കേണ്ടത്. കോമതി വലം വെച്ച് വരണ സമയത്ത് അങ്ങനെ എന്ത് ചെയ്യുവാണ്, കോമതി വലം വെക്കാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയത്ത് അലോക് പറഞ്ഞു, അപ്പച്ചി പോകുന്ന മരണത്തിലേക്കാന്ന് അപ്പച്ചിക്ക് അറിയത്തില്ലോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം ആ മാനേജരെ അങ്ങോട്ടേക്ക് വിളിച്ചു. മാനേജരെ വിളിച്ചിട്ട് ഒരു ഫെബിക്വിക്ക് എടുത്ത് കാണിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ, ഈ ഗ്ലൂ വെച്ച് വേണം പണി കൊടുക്കാനായിട്ട്. അതെ, ഈ ആണി കണ്ടോ, ഈ ആണി കൊണ്ടേ അവിടെ ഒട്ടിച്ചു വെക്കണമെന്ന് പറയണം, ആ പ്രദക്ഷിണ വഴിയില്. അല്ല, അതെങ്ങനെ ഞാൻ കൊണ്ടേ ഒട്ടിച്ചു വെക്കുമെന്ന് അവർ കാണില്ലേന്ന് ചോദിക്കണം. അത് കാണാതിരിക്കാൻ വേണ്ടി വഴിയുണ്ട്. ഒരു കാര്യം ചെയ്യുക, അവിടെ ചെറിയ പോറ്റിരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് ഇന്ന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുക ഈ വഴിപാടിനെ കുറിച്ചുള്ള. ആ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രം ഉരുവിടുന്നതിലൊക്കെ ആയിരിക്കും. പിന്നെ അപ്പച്ചിക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ. അപ്പച്ചിയുടെ മനസ്സിൽ ആ മന്ത്രം തെറ്റാതെ ഉരുവിടണല്ലോ, അപ്പൊ അതിന്റെ ശ്രദ്ധയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഈ ഗ്ലൂ ഒട്ടിച്ച് അവരങ്ങ് വെച്ചാൽ മതി. അങ്ങനെ പ്രദക്ഷിണം നടത്തി വരുന്ന അപ്പച്ചിയുടെ കാലിൽ ഇത് തറച്ചോളൂ, അപ്പച്ചി ഹോമകുണ്ടത്തിലേക്ക് വീണോളൂ എന്നൊക്കെ പറയണം. അത് കേട്ടിപ്പോ അയാൾ പറഞ്ഞു, ശരിയാവൂല്ലേ, ശരിയാവൂന്ന് പറയണം. അങ്ങനെ അയാളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ഗോമതി എന്ത് ചെയ്തു, ആദ്യത്തെ പ്രദക്ഷിണം ചുറ്റി വരുവാണ്. ആ സമയത്ത് അവിടെയുള്ള ആ സഹായിയായ ചെറിയ പോറ്റിയെടുത്ത് എന്നിട്ട്
മാനേജർ ഓരോ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ട് ആണി അവിടെ ഒട്ടിച്ച് വെക്കുവാണ്. ഒട്ടിച്ച് വെച്ചിട്ട് അയാൾ അങ്ങോട്ട് മാറിപ്പോയി. ആർക്കും ഒരു സംശയവും കാര്യങ്ങളൊന്നും തോന്നിയില്ല. കോമതി അങ്ങനെ ഒന്നാമത്തെ മന്ത്രം ഉരുവിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ എഴുന്നേറ്റ് വന്നു. അപ്പം നിറകുടം വാങ്ങിക്കണം. നിറകുടം വാങ്ങിച്ച് ദേവിക്ക് കൊണ്ട് അവിടെ കൊടുക്കണം, ധാരം നടത്താനുള്ളതാണ്. അങ്ങനെ ബാലൻ അത് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും രണ്ടാമത്തെ പ്രദക്ഷിണം തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പോറ്റി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഗോമതി വരുവാണ് ആ ആണിയുടെ അരിയിൽ കൂടെ. അപ്പൊ ഇനി ആണി തറയ്ക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.